ക്രൈസ്തവ കുരുതിയും പീഡനവും പതിവായ നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദ കേന്ദ്രങ്ങൾക്കുമേൽ US വ്യോമാക്രമണം. അതിന് ഉത്തരവിട്ട ട്രംപ് പലരോടും ചിലത് പറയാതെ പറയുന്നു. ഇവിടുത്തെ ട്രംപ് ദൂഷകരും അതറിയട്ടെ. ദേശസ്നേഹത്തിന്റെ വേഷം കെട്ടി ട്രംപിനെ അവർ നിരന്തരം ദുഷിക്കുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ കുറ്റങ്ങൾ നിമിത്തമല്ല. ട്രംപിന് വീഴ്ചകളുണ്ട്, ഏത് രാഷ്ട്രീയ നേതാവിനുമുണ്ട്. പക്ഷേ ലോകത്ത് ക്രൈസ്തവതയെ ഉയർത്തിപ്പിടിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ചിലരുടെ ഒരു പ്രശ്നം. ട്രംപ് വെറുതെ ക്രൈസ്തവതയെ ഉയർത്തിപ്പിടിക്കുകയല്ല, ക്രൈസ്തവരെ ദ്രോഹിക്കുന്ന ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കുമെന്ന് ലോകത്തിനെ കാണിച്ചു തന്നിരിക്കുന്നു. യുദ്ധങ്ങളെ നിരുത്സാഹപ്പെടുത്തിയപ്പോഴും ക്രൈസ്തവരെ ഏകപക്ഷീയമായി ഇല്ലായ്മ ചെയ്യുന്ന നൈജീരിയൻ ദുഷ്ടത അടക്കമുള്ളവയെ നേരിടുവാൻ കഴിവുള്ളവരോട് ലയോ 14 മാർപ്പാപ്പ അഭ്യർത്ഥിച്ചത് ക്രൈസ്തവർ ഓർമ്മിക്കുന്നുണ്ടാകും. പാപ്പയുടെ ജന്മനാട്ടിലെ ഭരണാധികാരി ട്രംപും അതേ നിലപാട് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. അതിപ്പോൾ അദ്ദേഹം പ്രവൃത്തിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. നൈജീരിയൻ ഭരണാധികാരിക്ക് മതിയായ നിർദ്ദേശവും മുന്നറിയിപ്പും ട്രംപ് നൽകിയിരുന്നു. പക്ഷേ ട്രംപിന്റെ ആക്ഷേപം നൈജീരിയ തള്ളി. നൈജീരിയ മാത്രമല്ല, ക്രൈസ്തവരുടെ കൂട്ടക്കുരുതി, അതും ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന കൂട്ടക്കുരുതി കണ്ടതായി ഭാവിക്കാനോ വസ്തുതയെന്ന് അംഗീകരിക്കാനോ ലോകത്ത് ആരും ഉണ്ടായില്ല. നിങ്ങൾ ലോകത്തിൽ നിന്ന് അല്ലാത്തതിനാൽ ലോകം നിങ്ങൾ വെറുക്കുമെന്ന യേശുനാഥന്റെ തിരുവചനങ്ങൾ എത്രമാത്രം സത്യമെന്ന് ക്രൈസ്തവരെയെങ്കിലും ഈ അവസ്ഥ ഓർമ്മിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ ക്രൈസ്തവരെ പീഡിപ്പിച്ച സാവൂൾ എന്ന പൗലോസിനോട് യേശുനാഥൻ പറഞ്ഞത് മറ്റൊന്നാണ്. ക്രൈസ്തവരെ പീഡിപ്പിച്ചാൽ എന്നെയാണ് പീഡിപ്പിക്കുന്നത്, എന്നെ ദ്രോഹിച്ചാൽ ഞാൻ തകരില്ല, നീ തകർന്നു പോകുമെന്ന്. ക്രൈസ്തവ പീഡകർക്കുള്ള തകർച്ചയാണ് ട്രംപിന്റെ തീരുമാനത്തിലൂടെ ഇപ്പോൾ നൈജീരിയയെ തൊടുന്നത്. നൈജീരിയയ്ക്ക് മേലുള്ള ആകാശ തൊടിയിൽ വഴി ക്രൈസ്തവർക്ക് വേണ്ടി പറയാൻ ഒരു ശബ്ദമുണ്ടെന്ന് ലയോ മാർപ്പാപ്പ ലോകത്തെ ധരിപ്പിച്ചത് കുറെ ആഴ്ചകൾ മാത്രം മുമ്പാണ്. ഇപ്പോഴതാ ക്രൈസ്തവർക്ക് വേണ്ടി രാഷ്ട്രശക്തി പ്രയോഗിക്കാൻ ഒരു ഭരണാധികാരി ഉണ്ട് എന്ന് ട്രംപ് നടപടിയിലൂടെ തെളിയിച്ചിരിക്കുന്നു. ട്രംപിനെ ആരും എന്തും പറയട്ടെ, യൂറോപ്പിലും ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ നാവുയർത്താനും കൈയുയർത്താനും അവിടുത്തെ സമൂഹങ്ങളെ ഉണർത്തിയതിൽ ട്രംപിന്റെ വാക്കിനും നടപടികൾക്കും പങ്കുണ്ട്. നൈജീരിയയിലെ നടപടി ലോകത്തെല്ലായിടത്തുമുള്ള ഇസ്ലാമിക തീവ്രവാദികൾക്ക് മുന്നറിയിപ്പാണ്. ഇതുവരെ ട്രംപ് ക്ഷമയോടെ സമയം നൽകി കാത്തിരുന്നു. എന്നാൽ ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവർക്കെതിരെ നടത്തിയ അതിക്രമം എല്ലാ അതിരുകളും ഭേദിച്ചു. അത് സമയത്തിന്റെ അതിർത്തിയും ചുരുക്കിയതായി ട്രംപ് നിശ്ചയിച്ചു. പെരുന്നാളും നോമ്പും കണക്കാക്കി യുദ്ധവും ആക്രമണങ്ങളും ക്രമീകരിക്കുന്ന മത തീവ്രവാദ ഗണത്തിന് ക്രിസ്മസിന്റെ നാളിൽ തന്നെ ക്രൈസ്തവരെ ദ്രോഹിക്കാൻ മടിയില്ല. അത് വ്യക്തികളോടുള്ള ദ്രോഹത്തിലുപരി ക്രൈസ്തവതയോടുള്ള വെല്ലുവിളിയും യുദ്ധപ്രഖ്യാപനവും എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ക്രൈസ്തവരുണ്ടോ? ആ പൈശാചിക ക്രിസ്തുവിരുദ്ധത മനസ്സിലാക്കാൻ കഴിയാത്ത ക്രൈസ്തവ രാഷ്ട്രീയ നേതാക്കളുണ്ടോ? ട്രംപിനെ ലോകം വീണ്ടും കണ്ടറിഞ്ഞു. ഇനി കാത്തിരിപ്പ് വേണ്ടെന്ന് തീരുമാനിച്ചത് ട്രംപിന്റെ രാഷ്ട്രീയ ധീരത എന്നതിലേറെ ക്രൈസ്തവ ധീരത, ക്രൈസ്തവതയോടുള്ള വിശ്വസ്തത. ട്രംപിന്റെ വ്യക്തി ജീവിതത്തിലെ വീഴ്ചകൾ നോക്കി വിധിക്കുന്നവൻ തന്റെ ജനത്തെ രക്ഷിക്കാൻ ആരെ തെരഞ്ഞെടുക്കുമെന്നത് യേശുവിന്റെ അധികാരമാണെന്ന കാര്യം മറന്നിരിക്കാം. ഇത് മുന്നറിയിപ്പാണ്. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയവൻ, കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ച് അവയെ അവഹേളന പാത്രങ്ങളാക്കിയവൻ തന്റെ ജനത്തെ എക്കാലത്തേക്കും അവഗണിക്കുമെന്ന് കരുതിയവർക്കുള്ള മുന്നറിയിപ്പ്. അമേരിക്കയിലും യൂറോപ്പിലും എന്നല്ല, എവിടെയും ക്രൈസ്തവ സമൂഹങ്ങൾക്ക് മേൽ പൈശാചികമാം വിധം മതാധിപത്യം നടപ്പാക്കുവാൻ കൗശലപൂർവം തുനിഞ്ഞിറങ്ങിയിട്ടുള്ള എല്ലാ ഭീകര സംഘങ്ങൾക്കും അവരെ വളർത്തുന്നവർക്കുമുള്ള പാഠം. നൈജീരിയയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്കും ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത കുരുതികൾ. പക്ഷേ പലരും, പ്രത്യേകിച്ച് ലിബറൽ പുരോഗമന സംഘങ്ങൾ,
അതിനെയൊക്കെ ഗോത്ര സംബന്ധമായ തർക്കങ്ങൾ എന്ന് ന്യായീകരിച്ച് ഇസ്ലാമിക ഭീകരതയെ വിട്ടയക്കാൻ നന്നേ പണിയെടുത്തു. ചിലർക്ക് നാവിറങ്ങിപ്പോകുകയും ചെയ്തു. അതിനുള്ള മറുപടിയാണ് US വ്യോമാക്രമണം. ഇതോടെ നൈജീരിയ ഇല്ലാതായെന്നല്ല, പക്ഷേ അന്യായമായി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നതിനെതിരെ ആഫ്രിക്കയിലായാലും പറന്നു ചെന്ന് പണി കൊടുക്കുവാൻ താനും അമേരിക്കയും ഉണ്ടെന്ന് ട്രംപ് ലോകത്തെ ധരിപ്പിച്ചു. ക്രിസ്മസ് നാളുകളിൽ പുറത്തു വന്ന ഉത്തരേന്ത്യൻ ക്രൈസ്തവ വിരുദ്ധത കൂട്ടക്കുരുതിയുടെ പൈശാചിക മാനത്തോളം പെരുകിയിട്ടില്ലെങ്കിലും ദ്രോഹിക്കുന്നത് തന്നെ തന്നെ എന്ന യേശുനാഥന്റെ മറുപടി അവർക്കായി ഇവിടെയുമുണ്ട്. അത് താക്കീതുമാണ്. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.